വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുള്ളത് ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ ഒരു വലിയ പേപ്പറിലാണ് തരുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്നും ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തന്നെയാണ് ബസ്സിൽ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നത്. അതായത് നമ്മുടെ വാഹനങ്ങളൊന്നും ആ ഒരു ഭാഗത്തേക്ക് അലൗഡ് അല്ല. ഈ ഒരു താഴെ ഭാഗത്തേക്ക് മാത്രമാണ് നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അവിടെ ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ട്. അതിലാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ അതിലാണ്. അപ്പോൾ മേലെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കുറേ വരയാടുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി വരയാടുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതീക്ഷ വരയാടുകളിൽ മാത്രമായിരുന്നു. കാരണം ഏറ്റവും കൂടുതലും ഈ ഒരു പാർക്കിൽ വരയാടുകൾ മാത്രമാണ് കാണപ്പെടുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. മേലെ ഭാഗത്ത് നല്ല വ്യൂ ആണ്. നമ്മൾ ഇതുപോലെ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ വഴികളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അധികം വെള്ളമില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വരയാടുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് തേയില തിന്നുന്ന ആനക്കൂട്ടങ്ങളെ കണ്ടത്. അങ്ങനെ അത് കണ്ടപ്പോൾ അവർ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഒത്തിരി നേരം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ അത്രയും ചെറിയ ആന വരെ ഉണ്ട്. അത് പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെയും മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഒരു ഒറ്റക്കൊമ്പൻ വന്നത്. അതിനെ കണ്ടപ്പോഴേക്കും എല്ലാവരും തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ തന്നെ അത് വരുമായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ബേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിർത്തി വെച്ചിട്ട് അത് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് നമ്മുടെ മുന്നിൽ തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയി വണ്ടി വീണ്ടും മൂവ് ആക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും മുന്നിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ വണ്ടി വന്നു. അങ്ങനെ റോഡ് ബ്ലോക്കായി. അതോടുകൂടി ആന വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. പിന്നെ പുറകോട്ടില്ല, നമ്മുടെ നേരെ തന്നെ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും തന്നെ ടെൻഷനായിപ്പോയി. പിന്നെ അതിൽ ഡ്രൈവർ താഴെ ഭാഗത്തേക്ക് ഓഫീസർമാരൊക്കെ വിളിച്ചു. അങ്ങനെ അവരൊക്കെ വന്നതിന് ശേഷമാണ് ആന വീണ്ടും സൈഡ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടെൻഷനായിട്ടുണ്ടായിരുന്ന ഒരു യാത്രയായിരുന്നു. ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.